നോബൽ ചർച്ചയാകാമെന്ന് പ്രതിപക്ഷം അറിയിച്ചു. അതനുസരിച്ച് 6 മണിക്കൂർ ചർച്ച എന്ന് പറഞ്ഞു. 10 മണിക്കൂർ വരെ നീട്ടാമെന്ന് കിരൺ റിജിജു പറഞ്ഞു. പക്ഷേ അതല്ല പ്രശ്നം. പ്രധാനമന്ത്രി എവിടെ, അമിത്ഷാ എവിടെ എന്നുള്ള ചോദ്യം ഉയർത്തുന്നു പ്രതിപക്ഷം. പ്രധാനമായിട്ട് നമുക്കറിയാം അമിത്ഷാക്കെതിരെയുള്ള പ്രതിഷേധം എത്രത്തോളമാണെന്നുള്ളത്. മറുപടി പറയണം, മാപ്പ് പറയണമെന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന 2 പേർ ഇന്ന് ഈ ചർച്ചയിൽ ഇല്ല എന്നുള്ളതല്ലേ? സുധി, ഇന്നിപ്പോൾ 2 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ ഭാഗത്ത് നിന്ന് കെ.സി. വേണുഗോപാൽ എഴുന്നേറ്റുകൊണ്ട് ഈ ബില്ല് വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷേ എവിടെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഈ 2 പേരും ഇല്ലാതെ സഭയിലേക്ക് ഇത്തരത്തിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുന്നതിനാണ് പ്രതിപക്ഷം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്ത് അതിനുശേഷം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എഴുന്നേറ്റ് നിൽക്കുകയും എല്ലാവരുമായി ചർച്ചകൾ നടത്തിയ അടിസ്ഥാനത്തിലാണ് ബില്ലിന്റെ ചർച്ച മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 6 മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ 8 മണിക്കൂർ ചർച്ച വേണമെന്ന് ചില കക്ഷികൾ ആവശ്യപ്പെട്ടുണ്ട്. അടക്കമുള്ള കാര്യങ്ങൾ കിരൺ റിജിജു വ്യക്തമാക്കി. ഏതാണ് ഈ ചർച്ചയിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ ബില്ലിന്റെ ചർച്ചയിലേക്ക് എന്താണെങ്കിലും കടക്കും. നിലവിൽ 6 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മാണിക്യൻ ടാഗോർ അടക്കമുള്ള ആളുകളായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷത്ത് സംസാരിക്കാൻ പോകുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണം, കഴിഞ്ഞ ദിവസത്തെ അക്രമങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഇതോടെ രാജ്യസഭാ നടപടികൾ ഇന്ന് തടസ്സപ്പെടുകയും ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും രാജ്യസഭ സമ്മേളിക്കുക. എന്നാലും ലോക്സഭയിൽ അല്പസമയത്തിന് തന്നെ വിശദമായ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പ്രാഥമികമായി രാവിലെ പൂർത്തിയാക്കേണ്ട ചില പ്രാഥമിക ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു, അതാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ചർച്ചയിലേക്ക് കടക്കും എന്നാണ് നമുക്ക് വിവരമുള്ളത്. അതായത് പ്രതിപക്ഷം ഈ ചർച്ചയോട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി പ്രതിപക്ഷം എന്താണെങ്കിലും ഇപ്പോൾ വഴങ്ങിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയും അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഭയിൽ എത്താത്തതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നോബൽ, നിലവിൽ പ്രതിഷേധമില്ലാതെ തുടരാമെന്ന് തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ നീക്കം? അതായത് കരുതിയിരുന്നത് പ്രധാനമന്ത്രി മറുപടി നൽകിയേക്കും എന്നുള്ളതായിരുന്നു, പക്ഷേ പ്രധാനമന്ത്രി ഇല്ല അവിടെ എന്നുള്ളതാണ്.